ഞാൻ കൂത്തുപറമ്പ് സ്വദേശിയാണ്. പേര് അഫ്സൽ. ഞാൻ ഏകദേശം ഒരു 5 വർഷത്തോളമായി എൻ്റെ ഉമ്മാൻ്റെ കാലിൻ്റെ ഒരു പൊട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. ഏകദേശം കോഴിക്കോട്, പാലക്കാട്, പിന്നെ വടകര, മംഗലാപുരം ഇങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളിലും പോയി പലവട്ടം പല ഡോക്ടർമാരെയും കണ്ടു. കാലിൻ്റെ പൊട്ട് ഉണങ്ങാത്ത അവസ്ഥയും ഈ ഒരു 2-3 മാസത്തിന് മുന്നേ ഇവിടെ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പോഡിയാട്രിക് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഈയിടെയാണ് ഞാൻ അറിയാനുണ്ടായത്. ഡോക്ടർ മനു കുമാർ എന്ന ഡോക്ടറിനെ കുറിച്ച് ഇതിനിടയ്ക്ക് വേറെ ആൾ പറഞ്ഞിട്ട് അറിയുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത് MVR ഹോസ്പിറ്റലിൽ. ഉമ്മാക്ക് ഇവിടെ വരുന്നതിന് മുമ്പേ നടക്കാൻ തീരെ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വീൽ ചെയറിൽ മാത്രം പോവുക വരിക, എല്ലാവരുടെയും വീട്ടിലാണെങ്കിലും വീൽ ചെയർ മാത്രം യൂസ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പോകാനുള്ള ഒരവസ്ഥ ഉണ്ടായി. അത് തീരെ വയ്യാതായി ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റൽ വരെ എത്തിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്നൊക്കെ ഡോക്ടർമാർ കഴിയൊഴിയും ഇത് നേരെ ആക്കി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള പൊട്ടായതുകൊണ്ടാണ് അവർ ഒഴിവായത്. ഷാഹിദ എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഇവിടെ നമ്മൾ ഡയബറ്റിക് ഫുഡ് കാലിൽ 2 മുറിവുകളായിട്ടാണ് ഇവിടെ വന്നത്. അവർ രക്തോട്ടത്തിൻ്റെ പ്രശ്നം, അതായത് സർക്കുലേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കാലിൽ സർക്കുലേഷൻ ബയോതെസിയോമെട്രി എന്ന് പറഞ്ഞ പരിശോധന വെച്ച് സർക്കുലേഷൻ നോക്കി, അതിനുശേഷം മുറിവ് കൾച്ചർ ചെയ്തിട്ട് വേണ്ട ആൻറ്റിബയോട്ടിക് കണ്ടെത്തി ഫിസിഷ്യൻ്റെ നേതൃത്വത്തിൽ നമ്മളതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തു. പിന്നെ കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമ്മൾ ആനോഡൈൻ ലൈറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ പൊഡിയാട്രിയിലെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ അതിന് ശേഷം അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഇപ്പോൾ അത്യാവശ്യം സ്വതന്ത്രമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇനി ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രം അവർ കണ്ടിന്യൂ ചെയ്യുകയാണ്. വളരെ സക്സസ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയത്. കൃത്യമായ ചികിത്സയും അതിന് ഭാഗമായിട്ട് നമുക്ക് ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം വീൽ ചെയർ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരവസ്ഥ ഇവിടുന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയ പല ഹോസ്പിറ്റലുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ രാവിലെ 9 മണിക്ക് ഞാൻ പോയിട്ട് രാത്രി 12-1 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരവസ്ഥ എനിക്ക് മാത്രമല്ല അവിടെയുള്ള ഒരു 90% രോഗികൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റൽ ഏതാണെന്നും ഡോക്ടർ ഏതാണെന്നും എല്ലാവർക്കും അറിയാം. ആ ഡോക്ടറെ കുറ്റം പറയുന്നതല്ല, അവിടെ അത്രയും രോഗികളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെങ്കിൽ മതിയായ ചികിത്സ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടായില്ല എനിക്ക്. ഇവിടെ വന്നപ്പോൾ ഇവിടെ MVR ഹോസ്പിറ്റലിലെ സ്റ്റാഫിൻ്റെയൊക്കെ നല്ല സർവീസും പ്രത്യേകിച്ച് ഡോക്ടർ നല്ല ബിഹേവിയറും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനേക്കാളും ഒരു ഉമ്മാൻ്റെ കാലിൻ്റെ അസുഖം ഒരു 95% മാറിക്കിട്ടി. നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇപ്പോൾ നടക്കാനുള്ള കഴിവുണ്ട്. ആരെയും സഹായവും വേണ്ട, വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ എല്ലാവരുടെയും പോകാൻ കഴിയും. ഒന്നിനും ഒരു ഫംഗ്ഷന് പോകാനുള്ള കൂട്ടിയിട്ട് പോകാനും ഉമ്മാക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് എന്നെ അപേക്ഷിച്ച് പിന്നെ ഒരു വലിയൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്.